Good morning, ma'am. Good morning, ma'am. Good morning. Good morning, Miss. Good morning, ma'am. Okay. ഇതാണല്ലോ. ഓക്കെ, ചാപ്റ്റേഴ്സിന്റെ വായിച്ചു നോക്കി എടുത്തത് ചാപ്റ്റർ വായിച്ചു. ഓക്കെ, ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ. മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, 3 ഡെഫിനിഷൻ ആണ് നമ്മൾ എടുത്ത് നിർത്തിയത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? പെർഫോമൻസ് ഓഫ് activities that manage the flow of goods and services from the producer to the consumer or user. Okay, അപ്പൊ പ്രൊഡ്യൂസറിൽ നിന്നല്ലേ സാധനങ്ങള് വ്യക്തിയിൽ നിന്ന് കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ യൂസേഴ്സിന്റെ കയ്യിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കുന്ന ആ ആക്ടിവിറ്റി അതിന്റെ ആ ഒരു ബിസിനസ് ഫ്ലോനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് സെലക്ടഡ് സെഗ്മെന്റ്, സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞില്ലേ. എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ വികസിപ്പിച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ആ ഇത് അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെലക്ടഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിക്കുട്ടികള്, അപ്പൊ അവരെ നമ്മൾ കണ്ടുകൊണ്ടൊരു പ്രൊഡക്റ്റ് അല്ലെ, ബേബി സോപ്പ് ആയിരിക്കാം, ബേബി പൗഡർ ആയിരിക്കാം, അല്ലെ ബേബി ക്രീമുകള്, ഷാംപൂസുകള്, അതൊക്കെയാണ് നമ്മള് സെലക്ടഡ് സെഗ്മെന്റ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് സൺസ്ക്രീൻ, എന്താണ് ലേഡീസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സെലക്ട് ആയിട്ടുള്ള കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ലേഡീസിനെയാണ് അവരെ കൊണ്ടാണ് നമ്മൾ സ്കീം ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? മാർക്കറ്റിംഗ് ഈസ് എ ഫങ്ഷണൽ മാനേജ്മെന്റ് by an organization of its exchange relation with its various markets. എന്താണ് മാർക്കറ്റിംഗ് എന്നത്? എന്താണ് വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഞാനൊരു ഷോപ്പ്, ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. അപ്പൊ എനിക്ക് അതിനുള്ള മെറ്റീരിയൽസ് വേണം അല്ലെ, വിൽക്കാൻ വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. ഞാൻ എന്ത് ചെയ്തു? ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എന്റെ റീറ്റെയിൽ ഷോപ്പില് അല്ലെങ്കിൽ ഞാൻ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു അല്ലെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എന്താണ് ലാഭത്തിന്, ഞാൻ ഹോൾസെയിൽ കടയായതുകൊണ്ട് തന്നെ ലാഭത്തിന് എനിക്ക് മെറ്റീരിയൽസ് കിട്ടും. പിന്നീട് എന്ത് ചെയ്യുന്നത്? എന്റെ കടയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ 10 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ 30 രൂപയോ കൂട്ടി വിൽക്കും. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി മാർക്കറ്റിംഗ് in hospital is fundamentally the same as that of any business organization, but the marketing is still treated as an unorthodox mode of promoting or selling healthcare. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെയും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മാർക്കറ്റിംഗ് എന്നൊരു ഇതിലേക്ക് കൺസെപ്റ്റിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ആയാലും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ നമുക്കറിയാം എന്താണ് മാർക്കറ്റിംഗ് ആവശ്യമാണ്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അത്യാവശ്യമായിട്ടുള്ള വേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റിലോട്ട് മാറി അല്ലെ. അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ അതിന്റെ ഇന്ററായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും എന്താണ് നടക്കുന്നത്, ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്, ഒരു ബിസിനസ് തന്നെയാണ് ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഇപ്പൊ രോഗികളുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികള് വന്നു കഴിഞ്ഞാൽ എന്താണ് രോഗിയുടെ ജീവൻ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടിക്കളിക്കുന്ന പല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സാമ്പിൾസ് ഒക്കെ, പല ന്യൂസുകളും അതൊക്കെ പല സോഷ്യൽ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അല്ലെ. തട്ടിക്കളിക്കുന്ന ഒരു രീതിയിലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊക്കെ കൈകളിലുള്ള അല്ലെങ്കിൽ അത് സേവ് ചെയ്യണമെന്നൊരു രീതിയിലേക്കല്ല. ഇപ്പോ ജീവൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. അവർക്ക് എന്താണ് അവരുടെ ടാർഗറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം അങ്ങനെ മാറിക്കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രമോഷൻ അല്ലെ, ഒരു യാഥാസ്ഥിതികമല്ലാത്തൊരു മോഡേൺ രീതിയിലേക്കാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത് അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രമോഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഒരു എന്താ ഒരു ഹോസ്പിറ്റൽ ഇതായിട്ട് കൺസൾട്ട് ചെയ്തപ്പോ അതിന്റെ പരസ്യം, ഇപ്പോ കണ്ണ് ആശുപത്രിയുടെ ഒക്കെ അഹല്യയുടെ ഒക്കെ ആഡ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അവിടെ എന്താ പുതിയതായിട്ടുള്ള ഫെസിലിറ്റീസ്, പുതിയതായിട്ടുള്ള ഡോക്ടേഴ്സ്, അതിന്റെ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെ, അത് എക്യുപ്മെന്റ്സുകളുടെ കാര്യങ്ങളും അല്ലെ, പുതിയതായിട്ടുള്ള മെഷീൻസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആഡ്സുകൾ നമുക്ക് കാണാം അല്ലെ. അതൊക്കെ എന്താണ് പറയുന്നത്, പ്രമോഷന് വേണ്ടിയിട്ട് അല്ലെ, പ്രമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആഡ് വഴി ആ കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താണ് മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം മിസ്കൺസെപ്ഷൻ? എന്താണ് മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാല്? മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാല് തെറ്റിദ്ധാരണ അല്ലെ, തെറ്റിദ്ധാരണ. മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്ന് നോക്കിയേ. മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. ആണോ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെല്ലിംഗ് എന്നാണ്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. Marketing has several functions like need assessment, marketing research, products development, pricing and distribution. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ, സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫങ്ഷൻ ആണ് ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് അവർ പറയുന്നത്. സെല്ലിംഗ് അല്ല. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിംഗിന് സെവറൽ ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫങ്ഷൻ ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റിംഗിന് സെവറൽ ഫങ്ഷൻസ് ഉണ്ടെന്നൊക്കെ. ഇനി അത് ഏതൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നീഡ് അസസ്മെന്റ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്തരം കാര്യങ്ങളാണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസസ്. ഓക്കെ, സർപ്ലസ് എന്താ അവിടെ പറയുന്നത്? മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപ്പനയെ വർദ്ധിപ്പിക്കുക. വിൽപ്പന വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടാം? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളായാലും ഓരോ സർവീസ് ഒക്കെ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടും അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപ്പന വർദ്ധിപ്പിക്കുക അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള മെയിൻ ആയിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. അപ്പൊ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഓക്കെ, മനസ്സിലായോ? മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നാണല്ലേ പറയുന്നത്. എന്താണ് തെറ്റിദ്ധാരണ അവിടെ കൊടുത്തിരിക്കുന്നത്?
മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. പക്ഷെ സെല്ലിംഗ് അല്ല, സെല്ലിംഗ് തന്നെയാണ്. എന്നിരുന്നാലും സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ മാർക്കറ്റിംഗിന്റെ ഒരു സെവറൽ ഫങ്ഷനിൽ ഒരെണ്ണമാണ് എന്നാണ് പറയുന്നത്. ഇനി സെവറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. നീഡ് അസസ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്നതാണ് സെല്ലിംഗ് സർപ്ലസ്. നെക്സ്റ്റ് നോക്കാട്ടോ, ക്വാളിറ്റി അലോങ് ഈസ് നോട്ട് എന്താണ്, ക്വാളിറ്റിക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ പോരാ. പിന്നെ ഇങ്ങനെ കൊടുക്കണമെന്നാണ് 2 എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 2 എക്സാമ്പിൾസ് ആണ്. അപ്പൊ ക്വാളിറ്റിക്ക് മാത്രം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റിക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ പോരാ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി, കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എൻജിനീയർഡ് മൗസ് ട്രാപ്പ്. എന്താണ് മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞാല്? എന്താ മൗസ് ട്രാപ്പ്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, എലിപ്പെട്ടി, എലിക്കണി അല്ലെ? ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മള് മൗസ് ട്രാപ്പ് എന്ന് പറയുന്നത്. മൗസ് ട്രാപ്പ് ഹൈ കോസ്റ്റ്, ഹൈ ക്വാളിറ്റി, നോ സെയിൽസ്, ഫെയിൽഡ് ടു എഫക്റ്റീവ്ലി മാർക്കറ്റ്. അപ്പൊ അവരെന്ത് ചെയ്തു, പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനീസ് ഒരു എന്താണ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഒരു എലിപ്പെട്ടി അല്ലെങ്കിൽ എലിക്കണി നിർമ്മിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു, മാർക്കറ്റിൽ അത് ഇറക്കി. മാർക്കറ്റിൽ ഇറക്കിയപ്പോ എന്താണ്, നല്ല രീതിയിൽ ഹൈ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവര് മാർക്കറ്റിൽ ഇറക്കിയത്. അപ്പൊ എന്താ സംഭവിച്ചത്, നോ സെയില് നടന്നില്ല. കാരണം എന്തായിരിക്കും? ക്വാളിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഉണ്ട് അല്ലെ? ഡ്രോപ്പ് ആയിപ്പോയി. എന്താ കാരണം? ക്വാളിറ്റി ഉണ്ട്, കോസ്റ്റ് കൂടുതലാണ് അല്ലേ? എന്താണ്, വളരെ ഹൈ ക്വാളിറ്റി ഉണ്ട്, എന്നിരുന്നാലും അതിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൂടുതലാണ്. ഇപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റുകൾ ഇറക്കാനായിട്ട്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? കാശുള്ള ആളുകൾക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ? സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണം മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കാനായിട്ട്. ഈ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് എന്താണ്, ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് സർവീസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, സാധാരണക്കാരന് നമ്മൾ പല രീതിയിലും പഠിക്കുന്നുണ്ട് അല്ലെ? സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ വേണം ഓരോ സർവീസും അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്ന് ചികിത്സിക്കാനോ സർവീസ് നേടാനോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കെയർ നമ്മൾ കൊടുക്കണം. എന്നാൽ കൂടി നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ PG-യിലായാലും HAPG-യിലായാലും HA കോഴ്സിലായാലും നമ്മൾ പല ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ സർവീസ് കൊടുക്കാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് ആയാലും ഒരു സർവീസ് ആയാലും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുമ്പോ സാധാരണക്കാരന് അഫോർഡ് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം അതിൽ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും അതിന് വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്താണ്, ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ വിലയുള്ളത് കൊണ്ടാണ് മാർക്കറ്റിൽ അത് ഫെയിൽ ആയിപ്പോയത്. അപ്പൊ അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ക്വാളിറ്റിക്കാണ് അവര് പ്രാധാന്യം കൊടുത്തത് അല്ലെ? കോസ്റ്റിന് അവര് നോക്കിയില്ല, അല്ലെങ്കിൽ കോസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല, ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കിയപ്പോ അത് ഫെയിൽഡ് ആയിപ്പോയി. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. A detailed understanding of customer needs and requirements is vital to successful marketing. Example of Coca-Cola company get right of old Coke and introduce a new Coke. എന്താണ് കൊക്കക്കോള കമ്പനി അല്ലെ? കൊക്കക്കോള പ്രൊഡക്റ്റ് ആദ്യം ഇറക്കിയപ്പോ
പല രീതിയിലുള്ള കേസുകള് അല്ലെ, കേസുകളൊക്കെ വന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ന്യൂസുകള്, കേസൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ആ പ്രൊഡക്റ്റ് ബാൻ ചെയ്ത് അങ്ങനെ ഒരു എന്താണ് കേസുകള് അങ്ങനത്തെ രീതിയിലായിട്ട് മാറി. പിന്നീട് ആ പ്രൊഡക്റ്റ് അവരിറക്കി. എങ്ങനെയാണ് ഇറക്കിയത്? അതിന്റെ ബോട്ടിലില് മാറ്റങ്ങൾ വരുത്തി, അതുപോലെ തന്നെ കണ്ടന്റില് മാറ്റങ്ങൾ വരുത്തി, അതിന്റെ ഷേപ്പില് മാറ്റങ്ങൾ വരുത്തി, അല്ലെ, ബോട്ടിലിന്റെ ഷേപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, എന്താണ് ലേബലിങ്ങില്, അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയില് കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, വാൻസ്, അവരുടെ ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് റീഎൻട്രി ചെയ്തു, അല്ലെ, രണ്ടാമത് ഇറക്കി, അല്ലെ. അപ്പൊ എന്തായി മാർക്കറ്റിൽ ഇറക്കിയപ്പോ? ഇപ്പൊ എല്ലാവരും കാണാതെ നമ്മളിപ്പോ ഒരു എന്താ ബേക്കറിയിലോ അല്ലെങ്കിൽ ഒരു കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണാം, കൊക്കക്കോള, അല്ലെ, സക്സസ് ആയിട്ട് മാറി, അല്ലെ. നമ്മള് കാണാറുണ്ടല്ലേ പല ആളുകളും. പക്ഷെ കൊക്കക്കോള നല്ലതാണോ? കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് സോഫ്റ്റ് ഡ്രിങ്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ നൂഡിൽസ്, ലൈസ് ഇതൊക്കെ കൊടുക്കാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊന്നും നിശ്ചിതോ അങ്ങനെ വേണ്ടല്ലോ ഒരു ഡ്രിങ്ക്, അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിക്കാട്ടോ നിങ്ങള്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ ലിച്ചി. ഓക്കെ, ഞാൻ കൊടുക്കാറില്ല. ആളിപ്പോ വലിയോടത്തൊക്കെ പോകുമ്പോഴേ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു തരില്ല എന്നുള്ള രീതിയിലാണ്. ആദ്യമൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. ഈ അപ്പാപ്പന്മാരുടെ കൂടെയൊക്കെ കടയിൽ പോകുമ്പോ, ചെറുപ്പത്തിലെ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോ ആളിങ്ങനെ വാങ്ങിച്ച് കുടിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പൊ ഞാൻ നിർത്തി. ലൈറ്റ്സ് ഒക്കെ നിർത്തി വെച്ചേക്കാണ്. ലൈറ്റ്സ് അതുപോലെ തന്നെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പൊ പിന്നെ നമുക്ക് തരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് ആൾ കഴിക്കുന്നത്. അല്ലാണ്ട് തന്നെ അതെ വല്ലപ്പോഴും. അപ്പൊ പറഞ്ഞപ്പോഴാണ് മിസ് പറഞ്ഞതാണ് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പൊ എന്താ കൊക്കക്കോള എന്താണ് പറഞ്ഞത്? കൊക്കക്കോള എന്ന് പറഞ്ഞാല് ആദ്യം എന്താണ് ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം അത് റീഇംപ്രൈസ് ചെയ്തു, അല്ലെ. എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, വാൻസ്, റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ച് അവരെ കണ്ടന്റില്, അതുപോലെ തന്നെ ലേബലിങ്ങില്, വീഡിയോ ഷേപ്പില്, ബോട്ടിലിന്റെ ഷേപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അവര് എന്ത് ചെയ്തു? രണ്ടാമതും പ്രൊഡക്റ്റ് ഇറക്കി, അല്ലെ. എന്താണ്? സക്സസ്ഫുൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പോ രണ്ട് എക്സാമ്പിളും ക്ലിയർ ആണോ? ഫസ്റ്റ് എക്സാമ്പിളിന് എന്തായിരുന്നു പ്രോബ്ലം വന്നത്? അല്ലെങ്കിൽ എന്താണ് അവര് മാർക്കറ്റിൽ ഇറക്കിയപ്പോ ഫെയിൽ ആവാൻ കാരണം? എന്താണ്? ഈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് മാത്രം അവര് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കി, അല്ലെ. കോസ്റ്റ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ കൊക്കക്കോള പറഞ്ഞത് എന്താ? അവര് എന്താണ് ഓൾഡ് വൺ ന്യൂ വൺ ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റ് ഒന്നും കൂടിയും അതില് എന്താണ് റീഡിസൈൻ ചെയ്ത് അവര് മാർക്കറ്റിൽ ഇറക്കി, അല്ലെ. അതുകൊണ്ട് ചേഞ്ചസുകൾ വരുത്തി, അല്ലെ. കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, റിക്വയർമെന്റ്സ്, വാൻസ് അനുസരിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിൽ ഇറക്കിയപ്പോ അതെല്ലാവരും അട്രാക്റ്റീവായി അവരെ ഏറ്റെടുത്തു, അല്ലെ. ജനങ്ങളെ ഏറ്റെടുത്തു, സക്സസ്ഫുള്ളിലേക്ക് മാറി. ഓക്കെ, വായിച്ചു നോക്കിയേ രണ്ട് കാര്യങ്ങൾ കേട്ടോ. മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ക്വാളിറ്റി അലോങ് വിത്ത് നോട്ട് ഇന്നർ. എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. അഥവാ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാർക്കറ്റ് റിസർച്ച്. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല്? റിസർച്ച് എന്താ റിസർച്ച് എന്ന് പറഞ്ഞാല്?
ഗവേഷണം അല്ലെ? ഗവേഷണം. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ ഇറക്കുമ്പോ അതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്താണ് ഗവേഷണം നടത്തണം അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തണം. എന്നിട്ട് വേണം നമ്മൾ ആ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ആ മാർക്കറ്റിൽ ഇറക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, മാനുഫാക്ചർ ചെയ്തു, മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവോ അല്ലെങ്കിൽ അത് എന്താണ് നഷ്ടം വരോ എന്നൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് വേണം അത് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ ഇറക്കാനായിട്ട്. അപ്പൊ അതാണ് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് എന്ന്. ആദ്യം ഗവേഷണങ്ങൾ നടത്തുക. ഏതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് സെയിൽ ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു അന്വേഷണം നടത്തുക അല്ലെ? ഗവേഷണങ്ങൾ നടത്തി അത് അന്വേഷിച്ച് അപ്പൊ എത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് വേണം നമ്മൾ എത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി എന്നിട്ട് വേണം ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട്. ഓക്കെ, നോക്കിയേ, കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്? എന്താണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണ് അല്ലെ? ആവശ്യമനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. ആദ്യം കസ്റ്റമേഴ്സിന്റെ വാണ്ട് എന്താണ് അല്ലെ? നീഡ്, വാണ്ട്സ്, റിക്വയർമെന്റ്സ് അല്ലെ? അവരുടെ ആവശ്യങ്ങൾ എന്താണ്, നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി എന്താ? വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? അവൻ എന്ത് വില നൽകാനായിട്ടാണ് അവൻ തയ്യാറാകുന്നത് അല്ലെ? സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൈസ് വേണം ആ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ മോക്സ്ട്രാപ്പ് കുറെ ഫെയിൽ ആയി പോകും. അപ്പൊ അതും കൂടി നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യാൻ വേണം. പിന്നെന്താ? പെർ ആൻഡ് വെൻ ബുക്സ് ആർ റിക്വയർഡ്. ഇനി എന്താണ്? ഇനി നമ്മൾ പറഞ്ഞു എന്താണ് എവിടെ അല്ലെങ്കിൽ എന്താണ് എപ്പോൾ എങ്ങനെയാണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്, ഏത് രീതിയിലാണ് അല്ലെ, എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. എവിടെ എപ്പോൾ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ബിഫോർ പ്രൊഡക്ഷൻ കം എബൌട്ട്. എന്താ പറയുന്നത്? ഈ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താണ് കമ്മിങ് സൂൺ അല്ലെങ്കിൽ ലോഞ്ചിങ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതൊക്കെ എന്താണ്? അവരുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ സിനിമയുടെ പ്രമോഷൻ ഒക്കെ ഇല്ലേ? എന്താണ്? സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ? അതിനു മുമ്പ് പ്രമോഷൻ കാര്യങ്ങൾ എന്താണ്? അതിൽ അഡ്വർടൈസിങ് ആണ് അല്ലെ? ലോഞ്ചിങ്, കമ്മിങ് സൂൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ്? ഇന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഒരു അഡ്വർടൈസിങ് ആണ് അതിൽ നമ്മൾ കാണുന്നത് അല്ലെ? ആ പ്രമോഷനിലൂടെ നമുക്ക് എന്താണ് ഇപ്പോ ഹോസ്പിറ്റലുകാർ ഒരു പുതിയ അഹല്യയുടെ തന്നെ നമുക്ക് എടുക്കാം. ഒരു പുതിയ ആഡുകൾ നമ്മൾ ഇറക്കുമ്പോ അവിടെ എന്താണ് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അത്തരത്തിലുള്ള ടെക്നോളജീസ് ഉണ്ട്, അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ജനങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ എന്താണ് ഈ പ്രമോഷനിലൂടെ എത്തുന്നുണ്ട് അല്ലെ? ഇല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രൊഡക്ഷൻ നമ്മള് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് മാർക്കറ്റിംഗ് ends in failure when business is product oriented rather than the customer oriented. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അല്ലെ? ബിസിനസ് എങ്ങനെ ഫെയിലിയർ ആവണത്? പ്രൊഡക്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്താണ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെങ്കിൽ അത് ചിലപ്പോ ഫെയിൽ ആണ്. എക്സാമ്പിൾ ഏതായിരുന്നു? എക്സാമ്പിള് നമ്മൾ പറഞ്ഞ രണ്ട് എക്സാമ്പിളില് ഏതായിരുന്നു? പ്രൊഡക്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എലിപ്പെട്ടി അല്ലെങ്കിൽ എലിക്കണി, മൗസ് ട്രാപ്പ് അല്ലെ? ഇനി കസ്റ്റമർ ഓറിയന്റഡ് ഏതായിരുന്നു? കസ്റ്റമർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാല് എന്താണ്? കൊക്കക്കോള ആയിരുന്നു അല്ലെ? കൊക്കക്കോള. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത് നമ്മള് എന്താണ് കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നമ്മള് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഫെയിൽ ആയി പോകും. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് എന്താ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല്? എന്താണ് സ്ട്രാറ്റജീസ്? തന്ത്രം അല്ലെ? തന്ത്രം. ഓക്കെ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്താണെന്ന് നോക്കിയേ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ദ കൺസ്യൂമേഴ്സ്. അണ്ടർലൈൻ ചെയ്തേ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് അല്ലെ, ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? കൺസ്യൂമേഴ്സിൽ നിന്നാണ്. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ദ കൺസ്യൂമേഴ്സ്. ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. Once the target segment of consumer is identified and their requirements evaluated, working out the strategies is the next step. ഇനി എന്താണ് ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ചെയ്യണം? ആദ്യമായിട്ട് കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പൊ ഫേസ് ക്രീം ആണ് ഞാൻ ഇറക്കാൻ പോകുന്നതെങ്കിൽ, മാർക്കറ്റിലേക്ക് ഞാൻ ഒരു ഫേസ് ക്രീം ഇറക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആ ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഞാൻ ഇറക്കാനായിട്ട്. അപ്പൊ എന്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആരായിരിക്കും? ഫേസ് ക്രീം ആണെങ്കിൽ ലേഡീസ് ആയിരിക്കും അല്ലെ? അപ്പൊ ഞാൻ ആ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെന്താ? ആൻഡ് ദെയർ റിക്വയർമെന്റ്സ് ഇവാലുവേറ്റഡ്. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ വിലയിരുത്തണം അല്ലെ? ആവശ്യങ്ങൾ എന്താണ് എന്നതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കാനായിട്ട് ആവശ്യങ്ങൾ വിലയിരുത്തി. പിന്നെ എന്താണ്? പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം? വർക്കിംഗ് ഔട്ട് സ്ട്രാറ്റജീസ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താണ്? അതിന് പറ്റിയിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെ, സ്ട്രാറ്റജീസ് നമ്മൾ ആവിഷ്കരിക്കുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ആദ്യം കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തി, പിന്നീട് എന്ത് ചെയ്തു? തന്ത്രങ്ങള് ആവിഷ്കരിച്ചു. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താ? 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താ കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ നല്ല എളുപ്പമായിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ട്? ഓക്കെ ആണോ? ഇത്രയും വരെ ഇല്ല? ഓക്കെ. അപ്പോ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. 4 പി എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കാം. ഫസ്റ്റ് 4 പി അല്ലെ? 4 പി ആണ് അല്ലെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്. 4 പി ആണെന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാറുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. എന്താണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്. ഓക്കെ. ഇനി എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് വീഡിയോന് വല്ല ഇതുണ്ടല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ലാഗ് ആവണ പോലെ എനിക്കും തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാൻ പറയുന്നത്. ഇതല്ലേ 1 മിനിറ്റ്. എടുത്തവരൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ആ ഓക്കെ.
അയച്ചു കഴിഞ്ഞോ? അയച്ചു വെക്കാ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് പ്രൊഡക്ട്സ് അല്ലേ? 4 P's ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയാൻ പോകുന്നത്. പ്രൊഡക്റ്റ് എന്താണ്? കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാം അല്ലെ. ഒന്നുകൂടി ഞാൻ വായിക്കാം. എന്താണ്? കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി എന്താണ് പ്രൈസ്? പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ നമ്മളൊരു എന്താണ് ക്യാഷ് നമ്മൾ കൊടുക്കണം അല്ലെ അതിന്. ഓക്കെ, അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വില, അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസ് കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാവാം. കസ്റ്റമേഴ്സ് എവിടെയാണോ ഉള്ളത് ആ സ്ഥലമാകാം, അല്ലെങ്കിൽ സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാകാം പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമോഷൻ പ്രചരിപ്പിക്കുക അല്ലെ. പ്രചരിപ്പിക്കുക. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിൽ എത്തിയിട്ടിട്ട് അഡ്വർടൈസിംഗ് ആണ് പ്രമോഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്താൻ പോകുന്നുണ്ട് എന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ നടത്താറുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്? ലോഞ്ചിങ്, കമ്മിങ് സൂൺ അല്ലെ. അപ്പോ ഈ എന്താണ് പ്രമോഷൻ എന്ന് പറയുമ്പോ എന്താണ്? രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ബ്ലോഗേഴ്സ് ഒക്കെ. ഓക്കെ, എന്താണ് പ്രമോഷൻ എന്ന് പറയുമ്പോ രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് നമുക്ക് പറയാം. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് പറയാൻ പറ്റുമോ പ്രമോഷൻ എന്ന് പറയുമ്പോ? അന്ന് ആരായിരിക്കും? ഒരാളെ പറയാൻ പറ്റുമല്ലോ കറക്റ്റ് ആയിട്ട്. കസ്റ്റമേഴ്സ്. ഓക്കെ, കസ്റ്റമേഴ്സും ഇപ്പൊ ഒരു കമ്പനിയാണ് പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ ആ കമ്പനിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് പറയാൻ പറ്റും ഇല്ലേ. കമ്പനിയും കസ്റ്റമറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് പ്രമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ അതിന്റെ നെക്സ്റ്റ് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്. നമ്മൾ പഠിച്ചല്ലേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അങ്ങനെ അതിനനുസരിച്ച് തന്നെ 4 സ്ട്രാറ്റജീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 P's പോലെ തന്നെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെ. പ്രൊഡക്റ്റ് 4 P'സിന്റെ ആ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. P വെച്ചിട്ട് തുടങ്ങിയാൽ മതി. P വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്നതാണ് പ്ലേസ് സ്ട്രാറ്റജി എന്ന് കൂടിയും പറയുന്നുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കിയാൽ മതി. അതിനെ പറയുന്ന മറ്റൊരു പേര് നമ്മൾ പഠിക്കട്ടോ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഇനി എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. ഓക്കെ, ചുരുക്കത്തില് അല്ലെങ്കിൽ ഷോർട്ട് ഇതില് നമ്മൾ സ്മോൾ ആയിട്ട് ഇതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി എന്ന് പറയാം നമുക്ക്. എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് നമ്മൾ മുൻപ് പറഞ്ഞില്ലേ എന്തൊക്കെയുണ്ട്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട് അല്ലെ. ആ 4 സ്ട്രാറ്റജീസിന്റെയും മിക്സപ്പിനെയാണ് നമ്മള് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ചെറുതാക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി for a successful marketing programs and for the contentment of the chosen customer segment is called the marketing strategy. അപ്പൊ എന്താണ് 4 P's അല്ലെ. ഈ 4 സ്ട്രാറ്റജിയുടെയും മിക്സപ്പിനെ അല്ലെ നമ്മള് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്?
മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിംഗ് പ്രോഗ്രാംസിലെ സക്സസ്, അതുപോലെ തന്നെ കണ്ടന്റ്മെന്റ്. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടന്റ്മെന്റ് എന്തായിരിക്കും മീനിങ് വരുന്നത്? എന്തായിരിക്കാം? സംതൃപ്തി. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ. കണ്ടന്റ്മെന്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അവർക്ക് എന്താണ് മാർക്കറ്റില് ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 4 സ്ട്രാറ്റജി മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ്. 4 സ്ട്രാറ്റജിനെ മിക്സ് ചെയ്തുകൊണ്ട്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ, ഇനി എന്താ? ഇനി ഓരോന്നും നമ്മൾ ഓരോ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോയത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്? ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഡിസിഷൻ, തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ എന്താണ് അതിന്റെ ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഓഫർ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യം, അല്ലെങ്കിൽ അതിന്റെ പ്രധാന എയിം എന്ന് പറയുന്ന കാര്യം എന്താണ്? അതിൽ ഉൾക്കൊള്ളുന്നത് കൺസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫറിംഗ് റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ. ശരിയായ കൺസ്യൂമേഴ്സിന് ശരിയായ രീതിയിലുള്ള പ്രൊഡക്റ്റ് നൽകുക എന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ശരിയായ കൺസ്യൂമേഴ്സിന് ശരിയായ രീതിയിലുള്ള പ്രൊഡക്റ്റ് നൽകുക. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ഒരു പ്രൊഡക്റ്റ് നമ്മള് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിനകത്ത് സ്ട്രാറ്റജി, പ്രൊഡക്റ്റിന്റെ തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ക്വാളിറ്റി അല്ലെ, നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടണം. അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ആയിരിക്കണം അല്ലെ, പുതിയൊരു പ്രൊഡക്റ്റ് വേണം. പാക്കിംഗ് അല്ലെ, അതിന്റെ പാക്കിംഗ് നല്ല വൃത്തിയിൽ ഉണ്ടാവണം അല്ലെ. ഒരു പ്രൊഡക്റ്റ് നമ്മള് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനെ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും? അതിന്റെ പാക്കിങ്, അതിന്റെ ഡിസൈനിങ്, ബ്രാൻഡ് നെയിംസ് അല്ലെ. ഒരു സോപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള നെയിംസ്, ലെക്സ്, റെക്സോണ, നമ്പർ 1, പീപ്പിൾ അല്ലെ, ബ്യൂട്ടി, അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ നമുക്ക് കാണാം. ചന്ദ്രിക അല്ലെ, അതാണ് ബ്രാൻഡ് നെയിംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈഫ് ബോയ്, ഇതൊക്കെ ഉണ്ട് അല്ലെ. പൗഡർ എടുത്തു കഴിഞ്ഞാലും ഫിഗൂറ, പിന്നെന്താ ബേബി സോപ്പ്, ഹിമാലയ ബേബി സോപ്പ്, അങ്ങനെ പല രീതിയിലുള്ള സോപ്പില്ലേ, അതിനെയാണ് ബ്രാൻഡ് നെയിം. പോൺസ്. ഓക്കെ, മനസ്സിലായോ? ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മൾ ഗവേഷണം നടത്താം, അപ്പൊ അതനുസരിച്ച് ഡെവലപ്മെന്റ് നടത്താം, വികസിപ്പിച്ചെടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങള്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റി ഉണ്ടാവും, ന്യൂ പ്രൊഡക്റ്റ്, അതിന്റെ പാക്കിങ്, ഡിസൈനിങ്, ബ്രാൻഡ് നെയിം, പിന്നെ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ പ്രധാനപ്പെട്ട എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? The aim of a product strategy is to evolve products that will meet buyer expectations. എന്താണ് ഇവോൾവ് എന്ന് പറഞ്ഞാൽ? ഡെവലപ്പ് എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. ഡെവലപ്പ്. ഓക്കെ, ഇവോൾവ് മീൻസ് ഡെവലപ്പ്. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാല്? ബയ്യർ ആരാണ്? ബയ്യർ കസ്റ്റമർ ആണ് കേട്ടോ. ഓക്കെ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, കസ്റ്റമർ, യൂസർ അല്ലെ, ബയ്യർ എന്നൊക്കെ പറയൂ കേട്ടോ പേര്. അപ്പൊ അത് മാറിപ്പോകരുത്. ബയ്യർ ആരാണാവോ, സെല്ലർ ആരാണാവോ ഒന്നും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ബയ്യർ എന്ന് പറഞ്ഞാല് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, യൂസർ, കസ്റ്റമർ, കൺസ്യൂമർ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട എയിം, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ഇവോൾവ് പ്രൊഡക്ട്സ് ദാറ്റ് വിൽ മീറ്റ് ബയർ എക്സ്പെക്ടേഷൻസ് അല്ലെ. എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷകൾ അല്ലെ. വാങ്ങുന്ന ആളുടെ അല്ലെങ്കിൽ ബയ്യറുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാല് അല്ലെ. ഇപ്പോ ഞാനൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി അതിന്റെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അതിനെ കുറിച്ച്. നല്ല എന്തായാലും ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല നമ്മൾ കൊടുക്കുന്ന രൂപയ്ക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഒരു 5 രൂപയുടെ ലെക്സിപ്പ് എന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എഴുതാൻ നോക്കി കഴിഞ്ഞാല് തെളിയില്ല. അപ്പൊ എന്താണ്? അത്തരത്തിലുള്ള മൂല്യങ്ങൾ അതിനുണ്ടാവോ? ഇല്ല. അതുപോലെ തന്നെ അത് എന്താണ്? അത് നമുക്കൊരു എന്താ ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ. അതിനെ കുറിച്ചുള്ള ഒരു ഇമേജ് തന്നെ ചിലപ്പോൾ തകരും അല്ലെ. കസ്റ്റമേഴ്സിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകള് എന്താ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ ഇമേജ് തന്നെ ഇല്ലാണ്ടാവാം കസ്റ്റമേഴ്സിന്റെ ഇടയിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വേണം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിച്ചത്? അതിന്റെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഇനി ആ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിലെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ കൺസ്യൂമേഴ്സിന് ശരിയായ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നൽകുക എന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ഉണ്ട്, പാക്കിംഗ്, പിന്നെ ബ്രാൻഡ് നെയിം, ഡിസൈൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചോദിക്കാറുണ്ട്. എന്താണ്? ടു ഇവോൾവ് പ്രൊഡക്ട്സ് ദാറ്റ് വിൽ മീറ്റ് ബയർ എക്സ്പെക്ടേഷൻസ്. വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കുള്ള പ്രൊഡക്റ്റ് വേണം ഡെവലപ്പ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലെ 4 സ്ട്രാറ്റജി നമ്മൾ കണ്ടു. അവിടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ പറയുന്ന മറ്റൊരു പേരും പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. A distribution strategy is a method of distributing goods or services to the end users. End users ആരാണ്? End users എന്ന് പറയുന്നത് ആരെയായിരിക്കും? ആരെയായിരിക്കാം എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, ഇതാണ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ അല്ലെങ്കിൽ യൂസറെ പറയുന്ന പേരാണ്. യൂസർ എന്ന് പറയും, യൂസർ എന്ന് പറയും, കസ്റ്റമർ, കൺസ്യൂമർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യർ എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആരാണെന്ന് അറിയില്ലല്ലോ എന്നൊന്നും പറയരുത്. ഓക്കെ, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദി യൂസർ. യൂസറിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കുന്നതിനുള്ള ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ അവരുടെ കയ്യിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഇനി അവിടെ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഭൗതികമായിട്ട് എങ്ങനെ ഗുഡ്സുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്. ഇനി എങ്ങനെയാണ് അതിൽ പറയുന്നത്? റൈറ്റ് ഗുഡ്സ്, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് കറക്റ്റ് പ്ലേസിൽ, റൈറ്റ് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കാം അല്ലെ. ഇനി സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. എങ്ങനെയൊക്കെ നമുക്ക് എന്ത് മാർക്കറ്റിംഗ് ചാനൽസ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കർഷകൻ എന്ത് ചെയ്തു? ആളുടെ നിലത്ത് എന്ത് ചെയ്തു? എന്താണ് കൃഷി ചെയ്തു അല്ലെ, പച്ചക്കറി കൃഷി ചെയ്തു. ആളെന്ത് ചെയ്തു?
എന്താണ് ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുന്നു അല്ലെ, കർഷകൻ അത് വിളവെടുത്ത് കഴിഞ്ഞ് കൃഷി ചെയ്തു, അത് വിളവെടുത്ത് കടയിൽ കൊണ്ടുപോയി വിറ്റു. അപ്പോ എന്ത് ചെയ്തു, കസ്റ്റമർ അവിടെ വന്ന് ആ പച്ചക്കറികൾ വാങ്ങുന്നു അല്ലെ, അത്തരത്തില് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് നമുക്ക് എത്തിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ കസ്റ്റമേഴ്സിന് ഈ കർഷകന്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പൊ ഇത്തിരി വില കുറവിനൊക്കെ നമുക്ക് കിട്ടും നേരിട്ട് വാങ്ങിക്കുമ്പോ. ഇനി ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം നമുക്ക് അല്ലെ, ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക്, അതായത് ഇതാണ് കർഷകന്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. പല രീതിയിൽ അല്ലെ, പല രീതിയിൽ. അതുപോലെ തന്നെ ഇപ്പൊ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് കൊണ്ടുപോയി വിറ്റ് ആ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്ന് വില കൂട്ടി കസ്റ്റമേഴ്സിന് വിൽക്കാം. അങ്ങനെയും നമുക്ക് വിൽക്കാം അല്ലെ. അപ്പൊ പല രീതിയിലും, അതാണ് അവിടെ പറയുന്നത്, പല രീതിയിലും കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് സർവീസുകൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? അതാണ് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര വരെ മനസ്സിലാക്കാം. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസുകള് എന്റെ യൂസേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ആ മെത്തേഡ്, ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നതിനുള്ള മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് പ്രമോഷണൽ സ്ട്രാറ്റജി. A promotion strategy is a plan that is actionable to influence people about your business, create more leads and boost customer engagement. എന്താണ് പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ ആണ് അല്ലെ. എന്താണ്? അഡ്വർടൈസിംഗ് വഴി അല്ലെ കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുന്നതിലൂടെ നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ആക്കാനായിട്ടുള്ള ഒരു പ്ലാൻ. അങ്ങനെയാണ്. അതെങ്ങനെയാണ്? അഡ്വർടൈസിംഗിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സർവീസുകള്, നമ്മുടെ ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, ടെക്നോളജീസ് എങ്ങനെയൊക്കെയാണ്, ഡോക്ടേഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഒക്കെ കസ്റ്റമേഴ്സിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, പല രീതിയിലുള്ള ആഡ്സുകൾ വഴിയാണ്. അതാണ് അവിടെ എന്തെന്ന് പറയുന്നത്, പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന്റെ അത് കണ്ട് അട്രാക്റ്റീവ് ആവും, അവര് കൂടുതല് ക്രിയേറ്റ് മോർ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ സെയിൽസ് കൂടും ഇല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പല ആഡുകളും ചെയ്യുന്നതിലൂടെ, പല പ്രൊഡക്റ്റിന്റെയും പല ആഡുകൾ ചെയ്യുന്നതിലൂടെ അത് അവർ അട്രാക്റ്റീവ് ആവും അല്ലെ. കസ്റ്റമേഴ്സ് അത് കാണുമ്പോൾ അവർ അട്രാക്റ്റീവ് ആയി കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി എന്താണ്, ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്, കസ്റ്റമേഴ്സിന്റെ ഇടപെടലുകൾ നമുക്ക് കൂടുതലാക്കാനായിട്ട്, അവരെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ ആണ്. അഡ്വർടൈസിംഗിലൂടെയൊക്കെ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ ഗുഡ്സുകൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മോർ സെയിൽസ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെയാണോ? പ്രമോഷണൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് വെക്കാട്ടോ. സ്ട്രാറ്റജീസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് ഇത് പ്രൈസിംഗ് സ്ട്രാറ്റജി. ഡീൽസ് വിത്ത് മോഡ്സ് ഓഫ് സെറ്റിംഗ് പ്രൈസ് വിത്ത് which should be both justifiable and competitive and bringing in profit. ഇത് ചെയ്യണം, നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യണം അല്ലെ. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൈസിംഗ് സ്ട്രാറ്റജി. ഇനി പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മള് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടേ? നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? കൂടുതലാകാനും കുറവാകാനും പാടില്ല. ഒരു മിഡിൽ അല്ലെ, റീസണബിൾ ആയിട്ടുള്ള, വെരി ഗുഡ്, റീസണബിൾ ആയിട്ടുള്ള അല്ലെ, ന്യായമായ രീതിയിലും. അതുപോലെ തന്നെ ഇപ്പോ നമ്മളൊരു സോപ്പാണ് നമ്മള് മാർക്കറ്റ് ഇറക്കുകയാണെങ്കിൽ അതിന് പലതരത്തിലുള്ള ബ്രാൻഡുകൾ ഉണ്ട് ഇല്ലേ. ലെക്സ് ഉണ്ട്, റെക്സോണ ഉണ്ട്, നമ്പർ 1 ഉണ്ട് അല്ലെ, പല രീതിയിലുള്ള സോപ്പുകളുണ്ട്. അപ്പൊ അവരുമായിട്ട് നിന്നുകൊണ്ട് കോമ്പീറ്റ് ആകുന്ന രീതിയിലും മത്സരിക്കുന്ന രീതിയിലും
ന്യായമായ രീതിയിലുമുള്ള പ്രൈസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ സെറ്റപ്പ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് നിലനിൽക്കുകയുള്ളൂ, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ന്യായമായ രീതിയിലും മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് നിൽക്കാവുന്ന രീതിയിൽ വേണം പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് പ്രൈസിങ് സ്ട്രാറ്റജി. 4 സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടർ സ്ട്രാറ്റജി പറഞ്ഞു, അതുപോലെ തന്നെ പ്രൊമോഷൻ സ്ട്രാറ്റജി പറഞ്ഞു, പ്രൈസിങ് സ്ട്രാറ്റജി പറഞ്ഞു. വായിച്ചു നോക്കിയേ, ഇത്ര വരെ എടുക്കുന്നുള്ളൂ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് അഡ്വർടൈസിങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അഡ്വർടൈസിങ് അല്ലെ, ഇപ്പൊ ഒരു അഹല്യയുടെ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാല് കസ്റ്റമറെ എങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം, സ്വാധീനിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാൻ ആണ് അത് എടുക്കുന്നത്. അവിടെ എന്താണ്, പല രീതിയിലുള്ള ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകൾ ഉണ്ടാവും, പല രീതിയിലുള്ള പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസ്, അതൊക്കെയാണ് അവർ ആ ആഡിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ അട്രാക്റ്റീവ് ആവും, അവിടേക്ക് വരും. അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. മനസ്സിലായോ? തരത്തിലുള്ളൊരു പ്ലാൻ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.